ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ ഇൻ്റഗ്രേഷൻ ഡേ 2 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കിയാലോ കൂട്ടുകാരെ. ആക്ടിവിറ്റി 5 ഓൺ ടെയിൽസ് ആൻഡ് വിങ്സ് കൗണ്ട് ആൻഡ് റൈറ്റ് എന്നാണല്ലേ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക കൂട്ടുകാരെ, ഇതിൽ വോംസ് എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണി നോക്കുക. അപ്പോൾ വോംസ് എത്ര എണ്ണം, വോംസ് എന്ന് പറഞ്ഞാൽ എന്താ കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ, പുഴു അല്ലേ. അപ്പോൾ ഇതിൽ എത്ര പുഴുക്കളാണ് ഉള്ളതെന്ന് കൂട്ടുകാർ കൗണ്ട് ചെയ്ത് എഴുതുക, എണ്ണി നോക്കൂ. 1 2 3 4 5 6. അപ്പോൾ എത്ര എണ്ണമാണുള്ളത്? 6 അല്ലേ. ആൻസർ എത്രയാണ്? 6. ഓക്കെ, ദെൻ ആൻസർ എത്ര എണ്ണമുള്ളത് നമുക്ക് എണ്ണി നോക്കിയാലോ. കൂട്ടുകാരും എണ്ണി നോക്കുമല്ലോ. 1 2 3 4 5 5 ആണല്ലേ. അപ്പം ആൻസർ എത്രയാണ്? 5. ആൻസർ 5. ദെൻ സ്മോൾ ബഗ്സ് നോക്കൂ. സ്മോൾ ബഗ്സ് എത്ര എണ്ണമുണ്ട്? യെസ്, 3 ആണല്ലേ. സ്മോൾ ബഗ്സ് എത്ര എണ്ണമുള്ളത് കൂട്ടുകാരെ? 3. ഓക്കെ, നെക്സ്റ്റ് നമ്മളോട് എന്താ കൂട്ടുകാരെ പറഞ്ഞിട്ടുള്ളത്? റൈറ്റ് ദ നമ്പർ ഓഫ് ക്രിയേച്ചർ ഫ്രം സ്മോളസ്റ്റ് ടു ദ ലാർജസ്റ്റ്. അപ്പോൾ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഏതായിരിക്കും വരിക? 3 അല്ലേ. ദെൻ ഫസ്റ്റ് 3, then 5, then 6. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. പ്രവർത്തനം 6 പറവകൾ. നീണ്ട കഴുത്ത്, നീണ്ട കാലുകൾ, മീൻ തിന്നും, വെളുത്ത നിറം. ആരുടെ ചിത്രമാണ് കൂട്ടുകാരെ ഇവിടെ കൊടുത്തിട്ടുള്ളത്? കൊക്കാണല്ലേ. അപ്പോൾ കൊക്കിനെ കുറിച്ചിട്ടാണല്ലേ ഇവിടെ എഴുതിയിട്ടുള്ളത്. എന്തൊക്കെയാണ്? നീണ്ട കഴുത്ത്, നീണ്ട കാലുകൾ, മീൻ തിന്നും, വെളുത്ത നിറം. വായിക്കൂ, വരച്ച് യോജിപ്പിക്കൂ എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ നോക്കൂ, പച്ച നിറം ആരായിരിക്കും? തത്തയായിരിക്കും അല്ലേ. ഇവിടെ തത്തയുടെ ചിത്രം നൽകിയിട്ടുണ്ടല്ലോ, തത്ത. ദെൻ അരി തിന്നും എന്ന് നൽകിയിട്ടുണ്ടല്ലേ. അരി തിന്നുന്നത് ആരാവും കൂട്ടുകാരെ? യെസ്, നമുക്കിവിടെ താഴെ ഒരു ചിത്രം തന്നിട്ടില്ലല്ലേ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ കോഴിയുടെ ചിത്രം വരച്ചു കൊടുക്കുക. അപ്പോൾ ഇവിടെ എന്താ നിങ്ങൾ വരയ്ക്കേണ്ടത്? ഒരു കോഴിയുടെ ചിത്രം വരച്ചു കൊടുക്കുക. ഓക്കെ, ദെൻ തേൻ കുടിക്കും, അത് തേൻകുരുവിയാണല്ലേ. മീൻ തിന്നും, ആരാണ് കൂട്ടുകാരെ മീൻ തിന്നുന്നതിൽ? കാക്കയാണല്ലേ. ദെൻ വളഞ്ഞ ചുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ആരുടേതാണ്? യെസ്, പരുന്തിൻ്റെ അല്ലേ. വീട്ടിൽ വളർത്തും, വീട്ടിൽ ആരെയാണ് കൂട്ടുകാരെ വളർത്താറുള്ളത്? കോഴിയാണല്ലേ. അപ്പം കൂട്ടുകാർ എന്ത് ചെയ്യുക, ഇവിടെ കോഴിയുടെ ചിത്രം വരയ്ക്കുക. ദെൻ വീട്ടിൽ വളർത്തും. അപ്പോൾ കൂട്ടുകാരുടെ വീട്ടിലൊക്കെ ഉണ്ടാവില്ലേ കോഴി? കോഴിയുള്ള കൂട്ടുകാരുണ്ടോ? വീട്ടിൽ വളർത്തുന്നവരുണ്ടോ? യെസ്, ഓക്കെ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ഒരു കോഴിയുടെ ചിത്രം വരച്ചു കൊടുക്കുക, ഇതുപോലെ യോജിപ്പിച്ച് വരയ്ക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രവർത്തനം 7 കളി കളി കളിപ്പാട്ടം. പാട്ടിൽ വരികൾ കൂട്ടിച്ചേർക്കൂ. കളി കളി കളിച്ചിരി, ചിരി ചിരി കളിച്ചിരി, കളിച്ചിരി നല്ല കളിപ്പാട്ടം. പമ്പരമാണോ പമ്പരമാണേ കളിപ്പാട്ടം. കളി കളി കളിച്ചിരി. അവൻ ഇതിന് തുടർന്നുള്ള വരികളാണല്ലേ കൂട്ടുകാരെ എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കൂ, കളിപ്പാട്ടം 1 നൽകിയിട്ടുണ്ട്, പമ്പരം. പിന്നെ എന്തൊക്കെ കളിപ്പാട്ടങ്ങൾ അവിടെ നൽകിയിട്ടുള്ളത്? വാച്ച് ഉണ്ട്, കണ്ണടയുണ്ട്, അതുപോലെ തന്നെ പാമ്പ്. നമ്മൾ ഓല വെച്ച് ഉണ്ടാക്കുന്ന കളിപ്പാട്ടങ്ങളാണല്ലേ ഇവിടെ നൽകിയിട്ടുള്ളത്. പിന്നെ അതേപോലെ പ്ലാവിൻ്റെ ഇല, അതൊക്കെ വെച്ച് നിർമ്മിക്കുന്ന കളിപ്പാട്ടങ്ങളാണല്ലേ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വരി നമുക്ക് എങ്ങനെ എഴുതാം? ചിരി ചിരി കളി ചിരി, കളി ചിരി നല്ല കളിപ്പാട്ടം. അപ്പം നെക്സ്റ്റ് കാറ്റാടിയാണേ കളിപ്പാട്ടം എന്ന് എഴുതാമല്ലേ. ദെൻ കളി 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 ചിരി, ചിരി ചിരി കളി ചിരി, കളി ചിരി നല്ല കളിപ്പാട്ടം. ഓലപ്പന്താണേ കളിപ്പാട്ടം. അതുപോലെ തന്നെ കണ്ണട എഴുതാൻ നിങ്ങൾക്ക്. അതുപോലെ റിങ് ഉണ്ടല്ലേ, മോതിരം. മോതിരം, അതൊക്കെ വെച്ച് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, ദെൻ പ്രവർത്തനം 8 കളികൾ. വായിക്കൂ. ക്രിക്കറ്റ്, ഒളിച്ചുകളി, കബഡി, പന്തുകളി, കഞ്ഞിയും കറിയും വെച്ചുകളി, കുളങ്കര, ചാടിക്കളി, ക്യാരം ബോർഡ്, പാമ്പും കോണിയും തൊട്ടുകളി. അപ്പോൾ ഇതിൽ ഉപകരണങ്ങൾ ആവശ്യമില്ലാത്ത കളികൾക്ക് അടയാളമിടൂ എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. കൂട്ടുകാരെ നോക്കൂ, ക്രിക്കറ്റിന് ഉപകരണം വേണമല്ലേ, ബാറ്റും ബോളൊക്കെ വേണ്ടേ. ഒളിച്ചു കളിക്ക് ഉപകരണം ആവശ്യമുണ്ടോ? ഇല്ലല്ലേ. അപ്പോൾ ഉപകരണങ്ങൾ ആവശ്യമില്ലാത്ത കളികൾക്കല്ലേ ടിക്കിടാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഒളിച്ചു കളിക്ക് ടിക്കിട്ട് കൊടുക്കാം. ഇതിന് കബഡിക്കോ? കബഡിക്ക് എന്താണ് ഉപകരണം ആവശ്യമുണ്ടോ? ഇല്ല. എന്നാൽ പന്ത് കളിക്ക് ആവശ്യമുണ്ടല്ലേ. കഞ്ഞിയും കറിയും വെച്ച് കളിക്കും, എന്താണ് കൂട്ടുകാർ ഒരുപാട് പാത്രങ്ങളൊക്കെ എടുക്കാറില്ലേ. ഓക്കെ, ദെൻ കുളങ്കര ആവശ്യമുണ്ടോ? കുളങ്കരയ്ക്ക് കൂട്ടുകാർ ക്ലാസ്സിലൊക്കെ വെച്ച് കളിക്കാറില്ലേ. വീട്ടിലും കൂട്ടുകാരോടൊപ്പം കളിക്കാറുണ്ടല്ലേ. അപ്പോൾ കുളങ്കരയ്ക്ക് എന്താണ് ഉപകരണങ്ങൾ ആവശ്യമുണ്ടോ? ഇല്ല.
ദെൻ ചാടിക്കളിക്കോ വേണ്ടല്ലേ, ഉപകരണങ്ങളൊന്നും വേണ്ട. ദെൻ ക്യാരം ബോർഡിന് വേണം, പാമ്പും കോണിക്കും വേണമല്ലേ, പക്ഷെ തൊട്ടുകളിക്ക് ഉപകരണങ്ങൾ ആവശ്യമില്ലല്ലോ, ഇല്ല. ഇതൊക്കെ കൂട്ടുകാർക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഉപകരണങ്ങൾ ആവശ്യമില്ലാത്ത കളികൾക്ക്